നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഒരു റിക്വയർമെൻ്റ് ആയിട്ടുണ്ടാവും അല്ലേ. നമുക്കൊരു വലിയ ലിസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്സ് അവൈലബിൾ ആണ് വിച്ച് ആർ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്. IELTS ഉണ്ട്, PTE, ഡുവോലിംഗോ, ടോഫൽ, ലാംഗ്വേജ് സെർട്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയി നിൽക്കുന്ന ഒരു എക്സാമാണ് PTE അല്ലെങ്കിൽ പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. എന്താണ് PTE അല്ലെങ്കിൽ പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്? വെൽ, അതൊരു ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് തന്നെയാണ്. ആൻഡ് ബൈ ഫാർ നമ്മൾ ഈ തന്ന ലിസ്റ്റ് ഓഫ് എക്സാംസിൽ നിന്ന് വൺ ഓഫ് ദി ഷോർട്ടസ്റ്റ് എക്സാംസ് ആണ് PTE. അതായത് ഇതിൻ്റെ ദൈർഘ്യം തന്നെ 2 മണിക്കൂറാണ്. സോ 2 hours നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഇതൊരു കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എക്സാം സെൻറ്ററിൽ പോയിട്ട് വേണം PTE ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ റിസൾട്ട്. അതായത് വെറും 48 മണിക്കൂർ, സോ 1 to 2 days തന്നെ നിങ്ങളുടെ റിസൾട്ട്സ് നിങ്ങൾക്ക് പബ്ലിഷായി കിട്ടും. ചില കുട്ടികൾക്ക് 24 hours തന്നെ റിസൾട്ട്സ് കിട്ടാറുണ്ട്. സോ ഷോർട്ടസ്റ്റ് ടെസ്റ്റ് ആണെന്ന് മാത്രമല്ല, ഇതിൻ്റെ റിസൾട്ടും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. AI ഇവാലുവേറ്റഡ് ആണ് ഈ ഒരു ടെസ്റ്റ് PTE. ചില സെക്ഷൻസ് ഒരു ഹ്യൂമൻ എക്സാമിനർ കൂടി ക്രോസ് വെരിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു PTE എക്സാമിൻ്റെ ഫോമാറ്റ്? മറ്റ് വേറെ ഏതൊരു ലാംഗ്വേജ് ടെസ്റ്റിനെ പോലെ ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എന്ന 4 മോഡ്യൂൾസും PTE എക്സാമിലും ഉണ്ട്. പക്ഷേ ഇത് 3 സെക്ഷനായിട്ടാണ് ഉള്ളത്. അതായത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, സെക്കൻഡ് സെക്ഷൻ വരുന്നത് റീഡിംഗ്, ആൻഡ് തേർഡ് സെക്ഷൻ വരുന്നത് ലിസ്ണിംഗ് ആണ്. ഈ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആണ് ഈ 3 സെക്ഷനിൽ നിന്നും കുറച്ച് ലോങ്കർ ആയിട്ടുള്ള സെക്ഷൻ. അതായത് ഒരു 54 minutes മുതൽ ഒരു 67 minutes വരെ ആയിരിക്കും സ്പീക്കിംഗ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. പിന്നെ വരുന്ന സെക്ഷനാണ് റീഡിംഗ്. അതൊരു 29 to 30 minutes ലോങ് ആയിരിക്കും. ലിസ്ണിംഗ് സെക്ഷനോ അഗൈൻ 30 to 43 minutes ലോങ്. ഇതാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ അങ്ങനെയാണ് PTE എക്സാം ഒരു 2 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ടോട്ടലി നിങ്ങളൊരു 22 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അതും ഓരോ ക്വസ്റ്റ്യൻ പലതവണ റിപ്പീറ്റായി വരും. സോ നമുക്ക് നോക്കാം എന്താണ് PTE എക്സാം ഫോമാറ്റ് ഇൻ ഡീറ്റെയിൽ. ഓരോ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് എന്താണെന്ന് നോക്കിയാലോ. വേറൊരു പ്രത്യേകത ബിഫോർ വി ഗെറ്റ് ഇൻ ടു ക്വസ്റ്റ്യൻ ടൈപ്സ് ഇസ് ഇതിൽ പല ടാസ്ക്സും ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതായത് നിങ്ങൾ ആ ടാസ്ക് അറ്റൻഡ് ചെയ്യുമ്പം അതിൽ വരുന്ന സ്കോറ് 1 or 2 മോഡ്യൂൾസിലേക്ക് പോകും. ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സ്പീക്കിങ്ങിന് മാത്രമായിരിക്കും സ്കോറ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസോ മേ ബി സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിലേക്ക് സ്കോറ് പോകും, അല്ലെങ്കിൽ സ്പീക്കിംഗ് ആൻഡ് റീഡിങ്ങിലേക്ക് സ്കോറ് പോകും. അങ്ങനെ കോമ്പിനേഷനിലേക്കും നിങ്ങൾക്ക് സ്കോർ. അതുകൊണ്ടാണ് ഇത് ഇൻറ്റഗ്രേറ്റഡ് ടാസ്ക് എന്ന് വിളിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് സെക്ഷൻ നോക്കാം. ഇതിൽ നമുക്ക് മൊത്തം വരുന്നത് ഏകദേശം 9 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാസ്ക്സ് ആണ് വരുന്നത്. ആദ്യത്തെ സെക്ഷൻ സ്പീക്കിംഗ് ആയിരിക്കും. അപ്പം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇത് ഇവാലുവേറ്റഡ് അല്ല, ഇത് ജസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് വാമപ്പ് ചെയ്യാനും നിങ്ങളുടെ വോയിസ് കേൾക്കാനും നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാനും കൂടി വേണ്ടിയാണ് ഈ ഒരു സെക്ഷനുള്ളത്. അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. സ്പീക്കിങ്ങിൽ ഏകദേശം 7 ഡിഫറെൻറ്റ് ടാസ്ക് ടൈപ്സ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഏതൊക്കെയാണ് ഈ സ്പീക്കിംഗ് വരുന്ന ടാസ്ക് ടൈപ്പ്? സോ ആദ്യത്തെ സെക്ഷൻ സ്പീക്കിംഗ് ആണ്. സ്പീക്കിങ്ങിലെ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ റീഡ് അലൗഡ്. അതായത് ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ സ്ക്രീനിൽ കാണും, അത് 1 to 2 sentences ലോങ് ആയിരിക്കും. അത് നിങ്ങൾ ഉറക്കെ വായിക്കണം, ദാറ്റ് ഈസ് റീഡ് അലൗഡ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. സോ ഒരു ക്വിക്ക് ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കും, അതിലൊരു സെൻറ്റൻസ് ആയിരിക്കും അവർ പറയുന്നത്. ആ സെൻറ്റൻസ് അതേപടി റിപ്പീറ്റ് ചെയ്യണം, അതാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. ദ തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്ക്രൈബ് ഇമേജ്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഇമേജ് തന്നിട്ടുണ്ടാകും, അതൊരു ഗ്രാഫ് ആവാം, ഒരു ഫോട്ടോഗ്രാഫ് ആവാം. എന്നിട്ട് ആ ഒരു ഇമേജ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. നമ്പർ 4 ഇസ് റീറ്റെൽ ലെക്ചർ. അതായത് ഒരു ഷോർട്ട് ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കും. ആസ് യു ലിസൺ നിങ്ങൾ മെയിൻ പോയിൻറ്റ്സ് എന്താണെന്ന് മനസ്സിൽ കുറിച്ച് വെക്കുക. ആഫ്റ്റർ വിച്ച്
യു ഹാവ് ടു റീടെൽ ഇറ്റ്. എന്തായാലും നിങ്ങൾ കേട്ട കാര്യം എന്ന് ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയണം. അതാണ് റീടെൽ ലെക്ചർ. നമ്പർ 5 ഇസ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. സോ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കേൾക്കും ആൻഡ് യു ഹാവ് ടു ആൻസർ ദം ഇൻ 1 word ഓർ എ ഷോർട്ട് ഫ്രേസ്. അപ്പോൾ മോസ്റ്റ്ലി 1 word, സിംഗിൾ വേർഡൊക്കെ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പാണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ കേൾക്കും, അതൊരു അക്കാഡമിക് കോണ്ടെക്സ്റ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പം 3 സ്റ്റുഡൻസ് ഡിസ്കസ് ചെയ്യുന്ന ആവാം പ്രോജക്റ്റ്, അതൊരു ടീച്ചറും 2 സ്റ്റുഡൻസും തമ്മിലുള്ള ഡിസ്കഷൻ ആവാം. നിങ്ങൾ എങ്ങനെയായാലും ഒരു 3 ഡിഫറെൻറ്റ് വോയിസസ് നിങ്ങൾ അവിടെ കേൾക്കും. അത് കേട്ടതിന് ശേഷം എന്തായിരുന്നു അവർ ഡിസ്കസ് ചെയ്തതെന്ന് നിങ്ങൾ സമ്മറൈസ് ചെയ്ത് പറയണം. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് അണ്ടർ സ്പീക്കിംഗ് ഈസ് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ. സോ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ നൽകിയിട്ടുണ്ടാവും ആസ് എ ക്വസ്റ്റ്യൻ ഓൺ സ്ക്രീൻ ആൻഡ് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ടാവും ഓഫ് കോഴ്സ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക എന്നാണ് അവർ നോക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ചിലപ്പം നിങ്ങൾക്കൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, പക്ഷേ കഴിഞ്ഞ 2 ദിവസം നിങ്ങൾ സിക്കായിരുന്നു, അതുകൊണ്ട് പ്രൊജക്റ്റ് ഡെഡ് ലൈനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു ഹാവ് ടു ആസ്ക് ഫോർ എൻ എക്സ്റ്റെൻഷൻ. അപ്പോൾ ട്യൂട്ടറിനോട് അല്ലെങ്കിൽ ടീച്ചറിനോട് എങ്ങനെയാണ് നിങ്ങൾ എക്സ്റ്റെൻഷന് റിക്വസ്റ്റ് ചെയ്യുക, അതാണ് സിറ്റുവേഷൻ. സോ ടൈം കിട്ടുമ്പോൾ യു ഹാവ് ടു പ്രിപ്പയർ. അതിനുശേഷം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യണം. ഇതാണ് സ്പീക്കിംഗ് സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ടൈപ്സ്. സ്പീക്കിംഗ് കഴിഞ്ഞാൽ അതിൽ തന്നെ വരുന്നൊരു സെക്ഷനാണ് റൈറ്റിംഗ്. അപ്പോൾ റൈറ്റിങ്ങിൽ 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, അതായത് ഒരു ടെക്സ്റ്റ്, ഒരു ഷോർട്ട് പാരഗ്രാഫ് ഉണ്ടാവും, അത് വായിച്ച് അതിൻ്റെ സമ്മറി എഴുതണം. രണ്ടാമത്തത് റൈറ്റ് എസ്സേ. ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് എ ഷോർട്ട് എസ്സേ. അതാണ് റൈറ്റ് എസ്സേ. സോ ഇതാണ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ റീഡിംഗ് ആണ്. റീഡിങ്ങിൽ നമുക്ക് 5 ടൈപ്സ് ഓഫ് ടാസ്ക്സ് ആണുള്ളത്. ആദ്യം തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡ്രോപ്പ് ഡൗൺ. സോ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണം. സോ ദിൽ ബി എ പാരഗ്രാഫ്, അതിൽ ബ്ലാങ്ക്സ് ഉണ്ടാവും. ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യേണ്ടതിന് നിങ്ങൾ ആ ഒരു ബ്ലാങ്കിൻ്റെ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് റൈറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പാണ് മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ്. സോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 2 അല്ലെങ്കിൽ 1 കൂടുതൽ ആൻസർ ഓപ്ഷൻസ് ആണ്, നമ്മൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് റീഓർഡർ പാരഗ്രാഫ്സ്. സോ ഒരു പാരഗ്രാഫ് ജംബിൾഡ് ഓർഡറിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൻ്റെ കറക്റ്റ് ഓർഡർ നിങ്ങൾ കണ്ടുപിടിച്ച് റീഓർഡർ ചെയ്യണം. സോ വിച്ച് ഗോസ് ഫസ്റ്റ്, വിച്ച് ഇസ് സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ. 4ാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അഗൈൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പക്ഷേ ഇത്തവണ ബ്ലാങ്ക് ഫില്ല് ചെയ്യേണ്ടത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷനിലാണ്. അതായത് താഴെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സ് ഉണ്ടാവും. ആ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ആപ്റ്റ് വേർഡ് നിങ്ങൾ ബോക്സിൽ നിന്ന് എടുക്കുക, സെലക്ട് ചെയ്യുക, അത് ഡ്രാഗ് ചെയ്ത് ആ ബ്ലാങ്കിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് ദ 5th ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് മൾട്ടിപ്പിൾ ചോയ്സ്, സിംഗിൾ ആൻസർ. അതായത് ഒരു ക്വസ്റ്റ്യന് മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, പക്ഷേ ഒറ്റൊരു ഓപ്ഷൻ മാത്രമായിരിക്കും കറക്റ്റ് ആൻസർ. സോ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇതാണ് PTEൻ്റെ റീഡിംഗ് സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ ലിസ്ണിംഗ് ആണ്. ലിസ്ണിങ്ങിൽ 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാസ്ക്സ് ആണ് ഉണ്ടാവുക. ആദ്യം തന്നെയുള്ള ടാസ്ക്കാണ് സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്. സോ നിങ്ങളൊരു ഓഡിയോ ക്ലിപ്പ് കേൾക്കും. ഓഡിയോ ക്ലിപ്പിലെ മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട്സായി കുറിച്ച് വെക്കുക. ആൻഡ് ദെൻ യു ഹാവ് ടു ഗിവ് എ സമ്മറി ഓഫ് ദാറ്റ് ടെക്സ്റ്റ്. അതാണ് സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ആൻസേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ ഓപ്ഷൻസ്, ഒരു മൾട്ടിപ്പിൾ ആൻസർ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 1 കൂടുതൽ റൈറ്റ് ആൻസേഴ്സ് ഉണ്ടാവും. അത് എത്രയാണ് റൈറ്റ് ആൻസേഴ്സ് എന്ന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അതിൽ നിന്ന് ചൂസ് ചെയ്യണം. ദ 3rd ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ടൈപ്പ് ഇൻ. അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് ബ്ലാങ്ക്സ് ഉണ്ടാവും, പക്ഷേ ബ്ലാങ്ക്സിൽ നിങ്ങൾ കേൾക്കുന്ന വേർഡ്സ് എന്താണോ കറക്റ്റ് വേർഡ് അത് നിങ്ങൾ ടൈപ്പ് ഔട്ട് ചെയ്യണം. അതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ടൈപ്പ് ഇൻ. സോ ഒരു മൾട്ടിപ്പിൾ സമ്മറി ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ആൻഡ് ആസ് യു ലിസൺ ടു ദി ഓഡിയോ ക്ലിപ്പ് യു ചൂസ് ദ റൈറ്റ് സമ്മറി ആൻഡ് സെലക്ട് ഇറ്റ്. അതാണ് highlight correct summary. The next type of question is multiple choice, single answer. So multiple options il ninnu oru right answer option choose cheyanam. Listeningile 6ാമത്തെ question
സെലക്ട് മിസ്സിംഗ് വേർഡ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് ഇൻകറക്റ്റ് വേർഡ്. ആൻഡ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ടൈപ്പാണ് റൈറ്റ് ഫ്രം ഡിക്റ്റേഷൻ. അപ്പോൾ ഇതാണ് ലിസ്ണിംഗിൽ വരുന്ന 8 ഡിഫറെൻറ്റ് ടാസ്ക് ടൈപ്സ്. സോ PTE ഈ 3 സെക്ഷനിലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ 2 hours എക്സാം എഴുതി തീർക്കുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി എന്താണ് PTE ആൻഡ് എന്താണ് PTEൻ്റെ ഫോമാറ്റ്. സോ ഫോർ മോർ ഡീറ്റെയിൽഡ് വീഡിയോസ് ഈ ഞാൻ പറഞ്ഞ ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ്, ടെക്നീക്സ് ആൻഡ് സ്ട്രാറ്റജി അപ്കമിങ് വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Medcity International Academy. Trusted hands forever.